എങ്ങനെയാണ് ഇവിടെ ആടുകളും ഇടയെന്നുള്ള വിഷയം, ആടുകളും ഇടയെന്നുള്ള വിഷയം നമ്മുടെ സബ്ജക്ട് വരുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങളുടെ വായിച്ചോ, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരെ. മനസ്സിലായോ? എങ്ങനെ നടത്തണ സഭയെ, ഇത് സഭയ്ക്കകത്തുള്ള കാര്യം പറയാ. പെന്തിക്കോസ്ത് സഭയ്ക്ക് അകത്തൊരു ഇടയിൽ ഒരു കൂട്ടായ 10 ആളുകളുണ്ടെങ്കിൽ അതിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്ങനെ നടത്തണമെന്നും എങ്ങനെ നടത്തണമേ. കർത്തൃത്വം നടത്തുന്ന ആരാണ്? ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ഇടയനുള്ള കർത്തൃത്വം നടത്തുന്നത്. നിങ്ങളെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഇല്ല, 2-ാം വാക്യം വായിച്ചോട്ടെ. 2-ാം വാക്യം. നിങ്ങൾ ഒന്ന് ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളണം. എങ്ങനെ? നിർബന്ധത്താലല്ല. അതിനർത്ഥത്താണ് മാനുഷികമായ വാക്കുകൾ പറഞ്ഞു അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കലല്ല, വചനത്തിന്റെ ശക്തിയാൽ. മാനുഷികമായ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യരുത്, വചനത്താൽ. മനസ്സിലല്ലേ? ആട്ടുകൂട്ടത്തെ മേയിച്ചുകൊള്ളുവേ. അത് നിർബന്ധത്തിലല്ല. കേട്ടോ, ദൈവത്തിന് ഹിതമാവണ്ണം. കേട്ടോ, ദൈവത്തിന് ഹിതമായി വണ്ണം, അത് മനഃപൂർവമായും അല്ല, ഉന്മേഷത്തോടെയാണ് ഇടയന്മാർ അല്ലെങ്കിൽ ദൈവദാസന്മാർ സഭയിൽ നടത്തേണ്ടത്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനം നടത്തണമേ. അല്ല കർത്തൃത്വം. ഇടവരുടെ മേൽ കർത്തൃത്വം നടത്താനായിട്ടില്ല. അങ്ങനെ പറഞ്ഞ അത് ചെയ്തത് മറ്റുള്ളവരാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നിർബന്ധിച്ച് പറയുന്നതല്ല. ഇടയിലുമാണെന്ന ബന്ധത്തിൽ ഇത്തിരി താഴ്മയും ഒക്കെ നമുക്കുള്ള ആവശ്യമാണ്. വചനത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സഭ നമ്മൾ കൊണ്ടുപോകണമേ. ആളുകളെ നിയന്ത്രിക്കണമേ. നിർബന്ധം വരുന്നത് ചില സമയത്ത് കട്ടന്റെ ചില കാര്യങ്ങൾ വരുന്നത് അഡീഷണൽ കാര്യങ്ങൾ കയറി വരുമ്പോൾ അത് നിർബന്ധത്തിലായി പോവാമേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇടയനും ആടുകളും നമ്മുടെ ബന്ധത്തിലാണ് പത്രോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇനി 4-ാം വാക്യം വായിച്ചിട്ട് എഴുതിയിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ എങ്ങനെ 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 ദൈവത്തിന് ഹിതമായി വണ്ണം ഇടയൻ സഭയെ നയിക്കുന്നുവെങ്കിൽ, ആടുകളെ നയിക്കുന്നുവെങ്കിൽ, കേട്ടോ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ, ദൈവത്തിന് ഹിതമായി നിങ്ങൾ ചെയ്താൽ. 3-ാം വാക്യം, 4-ാം വാക്യം, അങ്ങനെ ചെയ്താൽ എന്നാൽ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾക്ക് അതെ നിങ്ങൾ ദൈവഹിതമായി വണ്ണം ഇടയിൽ ആടുകളെ നയിക്കണം. ആടുകൾ അത് കേട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവിടെ മറഞ്ഞിരിക്കുന്ന കാര്യം പത്രോസ് ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ബെനിഫിറ്റ് ഇടയന് അനുസരിക്കുന്നതിന് ബെനിഫിറ്റ്, വചനത്തിന് കീഴ്പ്പെട്ട് അനുസരിക്കുന്നതിന് ബെനിഫിറ്റ്, ഒരു വാടാത്ത കിരീടം മറച്ചു വച്ചിട്ടുണ്ട്. അത് തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി തരും. അതിനായാലോ പിടികിട്ടിയപ്പോഴും അത് വരുന്നുണ്ട്. അപ്പോ എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം നിങ്ങൾ പ്രാപിക്കും. അടുത്ത വാക്യം വായിച്ചേ. അതുകൊണ്ട് ഔവണ്ണം ഇളയവരെ വിശ്വാസ മക്കളെ മൂപ്പന്മാർക്ക് നിങ്ങൾ ഇണങ്ങും. വചനം പാസ്റ്റർമാരോ മൂപ്പന്മാരോ പറയുന്ന വചനത്തിന് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ട്. എന്തിനാണ്? ഒരു വാടാത്ത കിരീടം പ്രാപിക്കണമെങ്കിൽ ഈ നാളുകളിൽ ധിക്കാരത്തോടെ അല്ല പോകേണ്ടത്. ഞാൻ താഴ്മയും സൗമ്യതയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുവടിപ്പി. മനസ്സിലായല്ലോ? ഒരു വാടാത്ത കിരീടം ഉണ്ടെന്ന് കഥ വെളിപ്പെടുത്തി. അത് പൂർണ്ണമായി പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇളയവരെ വിശ്വാസി മക്കളെ എന്ത് ചെയ്യണം? മൂപ്പന്മാരുടെ ഉപദേശത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. എല്ലാവരും, ഒരാളല്ല, രക്ഷിക്കപ്പെട്ട എല്ലാവരും തമ്മിൽ തർക്കമില്ലാതെ വാഗ്വാദമില്ലാതെ കീഴടങ്ങി സഭയ്ക്കകത്ത്
അകത്തായിരിക്കണം. കിടങ്ങ അവിടെ ഇങ്ങനെ താഴും. എന്തിനറിയോ? വാടാത്ത കിരീടം വേണമെങ്കിൽ. വാടാത്ത ഇവിടുത്തെ പോയിന്റ്സ് അതാണ്. വാടാത്ത കിരീടം പ്രാപിക്കണമെങ്കിൽ ഈ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ആടുകളും ഇടങ്ങളും ബന്ധത്തിൽ എങ്ങനെയായിരിക്കണമെന്നാണ് പത്രോസ് ആത്മാവിൽ എഴുതിയിരിക്കുന്ന. ദൈവം സ്വതമേ പിടികിട്ടിയോ? ആമേ. ഇനി അടുത്ത വാക്യം വെച്ചോട്ടെ. ആരെങ്കിലും ഇതിനെ എതിർത്താൽ, ഇതിനെ ധിക്കരിച്ചാൽ, ഇതിനെ മത്സരിച്ചാൽ അവരെല്ലാം നിഗളികളാണ്. അവരോട് കർത്താവ് എതിർത്ത് നിൽക്കും. അവർക്ക് ഈ കിരീടം ലഭിക്കത്തില്ല. മനസ്സിലായോ? അവർക്ക് കിരീടം ലഭിക്കത്തില്ല. വായിച്ചോട്ടെ. അതുകൊണ്ട് നിഗളികളോട് അവൻ എതിർത്തെടുക്കുന്നു. ആരാ താഴ്മയുള്ളവര്? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയവർ, അവർ താഴ്മയുള്ളവർ. മുപ്പത് പറഞ്ഞ വചനത്തിന് കീഴടങ്ങിയിരിക്കുന്നവർ. താഴ്മയുള്ളവരെ കിടങ്ങിയിരിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ കിട്ടിയത് ചോദ്യമൊന്നുമില്ല. അടിയറിയുക, നിന്റെ ഇഷ്ടം നിറവേറണം. ഒരു പൊട്ടനെ പോലെ ഏറ്റെടുക്കും. ജോസഫൊക്കെ അങ്ങനെ ഏറ്റെടുത്ത വ്യക്തിയാണ്. താനൊക്കെ അബ്രഹാം ഏറ്റെടുത്ത വ്യക്തിയാണ്. അവിടെ ഒന്നും ചോദിച്ചില്ല. വിളിച്ചപ്പോ ഇറങ്ങി തിരിച്ചു പോവേ. ആ താഴ്മയ്ക്ക് തോന്നിരിക്കുന്നു. ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന കാര്യമാണ് ഒരു വാടാത്ത കിരീടം അവൻ പ്രാപിക്കണമെങ്കിൽ ഇളയവരെ മൂപ്പന്മാർ ഉപദേശത്തിന് കീഴ്പ്പെട്ടിരിപ്പേൻ. ആമേ. ദൈവം അങ്ങനെ നിഗളി എന്ന് പറഞ്ഞാൽ ഇതിന് എഗേൻസ്റ്റ് ആയി നിൽക്കുന്ന, തർക്കിക്കുന്ന, അവരെ എതിർക്കുന്നതായ, അനുസരണകൾ കാണിക്കുന്നതായ പാവമുള്ള അവരെ കർത്താവ് പറഞ്ഞ് അവൻ നിഗളികളോട് പെടുത്തിയിരിക്കുന്നു. അമ്മേ. എന്നാൽ ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്? താഴ്മയുള്ളവർക്ക് അവൻ അതുകൊണ്ട് താഴ്മയുള്ള നിങ്ങളെ തക്ക സമയത്ത് ഈ ഭൂമിയിൽ നിന്നും ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ സമർപ്പിക്കുക. വ്യാഖ്യാനം ഭൗതികമായ വിഷയത്തിൽ അത് വ്യാഖ്യാനിച്ചിട്ട് പറയുന്നില്ല. വേറെ ഇത് ആത്മീയാർത്ഥം മനസ്സിലാക്കും. എവിടെയായിട്ടുള്ള പത്രോസ് ആത്മാവിനെ പറഞ്ഞ കാര്യം ആത്മീയതാണ്. അതുകൊണ്ട് വാടാത്ത കിരീടം പ്രാപിക്കണം. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ. അതിന്റെ വ്യാഖ്യാനം പറഞ്ഞ അടുത്ത വാക്യം വായിച്ചിട്ട് എന്താ കരുതിയിരിക്കുന്നത്? വാടാത്ത കിരീടം, എറ്റേണിറ്റി, വാസസ്ഥലം, പൗരത്വം, അവകാശം, സ്വർഗത്തിൽ ആലയത്തിന് അനുഗ്രഹങ്ങൾ, അതാണ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. അത് നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അതിന്റെ ആത്മീയാർത്ഥം എന്ന് പറയുന്നത്. ഞാൻ ഈ വചനം ഇതുവരെ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഇവിടെ ഇരുന്നപ്പോ കർത്താവ് ദാസൻ എടുത്തപ്പോ എന്റെ ഹൃദയത്തില് നമുക്ക് ഈ ഒരു അർത്ഥം എനിക്ക് തന്നോണ്ടിരിക്കുന്നു. ഞാനത് ചിന്തിച്ചു വീട്ടിൽ എനിക്ക് പാഴ്ച തന്നോണ്ടിരിക്കുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞ കരുത്. അത് യഥാർത്ഥ ആത്മീയ മൂല്യം കൊണ്ടുള്ളത് എറ്റേണിറ്റി, അതിനെ സംബന്ധിച്ചുള്ള സ്വർഗത്തിലെ ബ്ലെസ്സിംഗ് ആണ്. അത് കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അത് പ്രാപിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തക്കാർക്കാണ്, നമുക്കാണ്. അത് കൺക്ലൂഡ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അടുത്ത വാക്യം വായിക്കും. നിങ്ങൾ 7 വായിക്കും. അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലകളും അവന്റെ മേലിട്ടു. അതുകൊണ്ട് ഈ ലോകത്തിലെ സകല ചിന്തകളും, ഭാരങ്ങളും, ഘട്ടങ്ങളും, വേദനകളും, രോഗങ്ങളും, പ്രയാസങ്ങളും വരുമ്പോൾ അതെല്ലാം ഇട്ടുകൊടുക്കുക. ഇതിനേക്കാൾ ഇല്ലാത്ത ഒരു രാജ്യവും ഒരു നിത്യതയെ അവൻ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഉറപ്പിച്ച് പറയണം. അതുകൊണ്ട് ബലമുള്ള ഈ വാഗ്ദത്തം ചെയ്തവരെ ബലമുള്ള കരത്തിന് കീഴില് വിശ്വാസിയെ ദൈവദാസവരെ താണിരിക്കുക. ഒരു ജീവകീഴ് നമുക്ക് വേണ്ടി അവർ കരുതുന്നുണ്ടാവേ. മനസ്സിലായല്ലോ? എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, അതുകൊണ്ട് കർത്താവിന്റെ വരവ് വരെയും ഇത് പ്രാപിക്കണമെങ്കിൽ സഭയിലായിരുന്നാലും വീട്ടിലായിരുന്നാലും ദേശത്തായിരുന്നാലും രക്ഷിക്കപ്പെട്ടെങ്കിൽ നീ എങ്ങനെയായിരിക്കണം? നിർമ്മതരായിരിക്കണം. ക്രിസ്തുവിൽ. ഒന്നാം അർത്ഥം
രണ്ടാമത് എന്ത് ചെയ്യുന്നു? ആ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ നീ എപ്പോഴും ഉണർന്നിരിക്കുക. അത് പ്രാപിക്കാൻ കഴിയാത്തവണ് പലപ്പോഴും പ്രതിയോഗി നിന്നെ തകർക്കുന്നവരുടെ പദ്ധതി ഒരുക്കെ ശ്രദ്ധിക്കുക. സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടവർ അവൻ ഊടാടിക്കണം. അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളാരും കിരീടം പ്രാപിക്കരുത്. ഇവിടെ ഒന്നും പ്രാപിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ ഉള്ള ഭൗതിക വിഷയമല്ല, അത് ഇന്നലെയും നാളെ കർത്താവ് തരും. അവന്റെ ഏക ലക്ഷ്യം നമ്മൾ കിരീടം പ്രാപിക്കരുത്. അതുകൊണ്ട് അവൻ ആരെങ്കിലും അങ്ങനെ കൃപയ്ക്കകത്ത് വന്നവനെ വിഴുങ്ങേണ്ടതിന് അവൻ എന്ത് ചെയ്യുന്നു? വീട്ടിനകത്തും സഭയ്ക്കകത്തും പുറത്തും കൂട്ടായ്മയിലും ഊടാടിക്കൊണ്ടുവരും. നാമേ ഊടാടിക്കൊണ്ടുവരും. എങ്ങനെ വിശ്വാസം തട്ടിയറിയണം അവന് കിരീടം പോയി. അതെ, ഇവിടെ കിട്ടിയ രണ്ട് നന്മ പോകുന്ന അതൊന്നും വിഷയമല്ല. അവന്റെ ഏക ലക്ഷ്യം നമ്മൾ വാടാത്ത കിരീടം നമ്മളെ വാടാത്ത കിരീടം നമ്മൾ പ്രാപിക്കരുത്. അതിനുവേണ്ടി അവൻ ഇപ്പോൾ ൂടായിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ്. അങ്ങനെ വായിച്ചോട്ടെ, 8-ാം വാക്യം വായിച്ചോട്ടെ. കർത്താവിന്റെ വരവോളം നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. പിശാച് അവൻ വിഴുങ്ങുന്ന ലക്ഷ്യം നമ്മളാരും നിത്യത കരസ്ഥമാക്കരുത്. അതിനുവേണ്ടി അവൻ ഊടാടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വാക്യം വായിച്ചോട്ടെ. എന്തിനാ അറിയുന്നത്? ലോകത്തിൽ ഈ രക്ഷിക്കപ്പെട്ട സഹോദര വർഗങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കഷ്ടപ്പാടുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വക കഷ്ടപ്പാടുകൾ, ഈ പരദേശവാസം ഒരുപക്ഷെ ജീവകിരീടത്തിന് ഇവിടെ കാക്ഷിച്ചുകൊണ്ട് കഷ്ടതയുടെ ദുഃഖങ്ങൾ രോഗങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നുവെങ്കിൽ ഇതിന് ഒരു അവസാനമുണ്ട്. ആത്മാവിടപെടുമ്പോ ആ വക കഷ്ടപ്പാടുകൾ അത് പൂർത്തീകരിക്കുവാൻ അതിന്റെ പൂർത്തിയുടെ പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീ. അതുകൊണ്ട് ഇപ്പോൾ നാം തന്നിരിക്കുന്ന നാം പ്രാപിച്ച യേശുവിന്റെ വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരമുള്ളവരായിരിക്കും. നമ്മുടെ ലക്ഷ്യം എന്താണ്? പാടാത്ത കിരീടം പ്രാപിക്കണം. നമുക്ക് വേണ്ടി അവൻ കരുതിയിരിക്കുന്നു. അതെ, അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ ഈ ലോകത്തിലെ സകല ചിന്താകുലങ്ങളോ അവനെ ഇട്ടുകൊടുക്കുക. ഈ ലോകമല്ല ശാശ്വത, ഇതെല്ലാം മൺമറഞ്ഞു പോവ്. ശാശ്വത ഒന്നുകൂടെ ഏറ്റെടുത്തി. അതാ പത്രോസ് ആത്മാവിൽ എഴുതിയിരിക്കുന്നത്. ഭൗതികമായി നമ്മൾ ചിന്തിക്കുന്നത് തെറ്റല്ല. ഭൗതികമായി നമുക്ക് ഇത്തിരി നന്മ കരുതിയിട്ടുണ്ട്. തക്ക സമയം കർത്താവ് തന്നു. നമ്മളിവിടെ ക്രമപ്പെടാൻ അനുസരിച്ച് കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? നേരത്തെ വാസു പറഞ്ഞ അവനവന്റെ അനുഗ്രഹത്തിന് കാരണം അവനവൻ തന്നെ, അവന്റെ നാശത്തിന് കാരണം അവനവൻ തന്നെ. ആ അനുഗ്രഹമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ഈ കഷ്ടപ്പാട് തന്നെ പൂർത്തി കണ്ട പറയാണ്. ഒരു ആശ്വാസമാണ് മോനെ, ഒരു അല്പം കൂടി ആ കഷ്ടത തീരാൻ പോകുന്നു. ഇത് ഞാൻ കരുതിയിട്ടുണ്ട്. ഇതിന്റെ ഫോക്കസ് അതായിരിക്കട്ടെ. അതാണ് അബ്രഹാമിന്റെ മാതൃകയാണ്. അബ്രഹാം പാലും തേനും കൊണ്ട് തലയെ കൊണ്ട് ഒഴിച്ചു കൊടുത്തില്ലയോ? പാലും തേനും തലയെ കൊണ്ട് ഒഴിച്ചു കൊടുത്തു. കാരണം ദേശം ഞാൻ ഇതിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ല, ഇതല്ല എന്റെ ലക്ഷ്യം. അടിസ്ഥാനമുള്ള ചില പാടാത്തതും കുലുക്കി പോകാത്തതുമായ ഒരു നഗരം കർത്താവിടെ പണിതുകൊണ്ടിരിക്കുന്നത് അല്ലെ. അടിസ്ഥാനം ഇവിടെ പണിത് ശില്പിയായി. ഞാൻ അതിനാണ് എന്റെ ലക്ഷ്യം. അതാ പത്രോസോട് എടുത്തു പറയുന്നത്. ലോകത്തിൽ നിങ്ങൾക്കുള്ള സകലവര കഷ്ടം പൂർത്തിയായെന്ന് അറിഞ്ഞ് വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? സ്ഥിരമുള്ളവരായി അവനോട് ഇതിനെതിരെ നമ്മൾ വിരിക്കാൻ വരുന്നത് സാത്താനോട് 5 ദിവസം എതിർത്തുകൊണ്ടേയിരിക്കണം. അതിന്റെ ലക്ഷ്യം സർവശിഷ്ട കിരീടം പ്രാപിക്കണം. ഇവിടെ കുറെ ചോട്ട കട്ടതല്ല പ്രശ്നം. 60 അല്ല 70 വയസ്സ് വരെ ഇത് കഴിഞ്ഞാലുള്ള ജീവിതം അവിടെ ചിന്തിക്കേ. ഇവളത് പ്രാപിക്കരുത്, ഇവൻ പ്രാപിക്കരുത്. അവനെ മനസ്സിലായി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എറ്റേണിറ്റി. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വളരെ അവൻ നിങ്ങൾക്കായി ഒന്ന് കരുതിയിട്ടുണ്ട്. ശ്രേഷ്ഠങ്ങളിൽ കരുതിയിട്ടുണ്ട് മക്കളെ. ഇനി വായിക്കണം. അത് വായിക്കുന്നതാണ് 10-ാം വാക്യം. എന്നാൽ ആത്മകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ
ശക്തീകരിക്കും. കണ്ടോ എത്ര നന്നായി പറയുന്നു. എന്നാൽ അല്പകാലത്തേക്കുള്ള കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ നിന്നെ യഥാസ്ഥാനപ്പെടുത്തി ജീവകിരീടം തന്ന് സ്വർഗ്ഗത്തിൽ ഉറപ്പിച്ച് ശക്തീകരിക്കപ്പെട്ടു. അത് പ്രാപിക്കുക, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അതാ ആത്മാവ് പറഞ്ഞത്, അവൻ നിനക്കായി കരുതിയിരിക്കുക. ഇവിടത്തെ വീടിന്റെ ചിന്ത വിട്ടുകളാ. ആഹാരത്തിന്റെ ചിന്ത വിട്ടുകളാ. അവേ അത് വേറെ ഭാഗത്ത് കടത്ത ഓഫർ പറയുന്നുണ്ട്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് ഞാൻ നെല്ല് കൊടുക്കുന്നുവെങ്കിൽ എന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ ഞാൻ ഇവിടുത്തെ നന്മ കൊടുക്കാതിരിക്കുമോ? യേശു പറയുന്നുണ്ട്, നിങ്ങൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ എന്റെ പിതാവ് എത്ര അധികം നന്മ തരാതിരിക്കോ? എത്ര ഭയങ്കരമായ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത പറഞ്ഞു നോക്കിയാൽ ബലമുള്ള കരത്തുകൾ താണിരിപ്പിൻ, ബലം എന്നേക്കും അവിടത്തേക്കുള്ളത്. ആമേൻ. കേട്ടോ അവര് സമ്മതിക്കണം. ആമേൻ. എത്ര ഭയങ്കരമായിരിക്കും. ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതിന് നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങളെ നിൽക്കുന്നതും ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നത് സാക്ഷിയിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ നിരൂപിക്കുന്നു. ആമേ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എത്ര നന്നായി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന അർത്ഥം എന്ന് പറയുന്നത്, അതിന്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്ന നമ്മുടെ ഏറ്റെടുതിയെ സംബന്ധിച്ചുള്ള ബ്ലെസ്സിംഗ് ആണ്. ദൈവം ശക്തീകരിക്കുന്നത്, പാടാത്ത കീഴാണ്. അത് എങ്ങനെ പ്രാപിക്കണം, അവരെങ്ങനെയായിരിക്കണം? അല്പക്കുലും കുറയോടെ നിന്റെ കഷ്ടം വെയിറ്റ് ചെയ്യുക, മാറിപ്പോ. വലിയ നന്മ നമുക്ക് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ല ആലോചന കേൾപ്പിച്ചിരുന്ന കർത്താവിന്റെ ദാസരെയും കർത്താവിനെ സ്തുതിക്കുന്നു. അതെ, ഒരുപാട് നന്മകൾ ഈ ലോകത്ത് ദൈവത്തിന് കരുതി വെച്ചിട്ടുണ്ട്. ഭൗതികമായ നന്മ ധാരാളം കരുതി വെച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് നാം ക്രമപ്പെടുന്നതനുസരിച്ച് ദൈവം നമ്മൾ അത് തന്നുകൊണ്ടിരിക്കും. ആ നന്മയോടുപോലും നമ്മുടെ കണ്ണുകളിൽ കാണാൻ കഴിയുന്നില്ല. നമ്മൾ കാണാത്ത നന്മകളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ സമയം രണ്ട് തരത്തിൽ നമ്മുടെ വ്യാഖ്യാനം നാം ദൈവം ദൃശ്യപ്പെടുന്നു. എന്നാൽ ഭൗതികമായ ആ നന്മയ്ക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ആ ഏറ്റടയ്ക്ക് വേണ്ടി തന്നെ. പൗത്രോസ് എഴുതിയിരിക്കുന്നവനൊക്കെ ആ വാടാത്ത കിരീടം, ആമേ, അതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അത് മറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രമാമേ. അത് പ്രാപിക്കാൻ തക്കവണ്ണം ബലമുള്ള കരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് തട്ടി മാറ്റാൻ വേണ്ടി ഒരുത്തൻ പ്രതിയോയി വരും. ആമേ. അവനോട് അന്വേഷിച്ചും ആമേ എതിർത്ത് നിൽക്കണം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ താഴാൻ അനുഗ്രഹിക്കട്ടെ. ശിശുരോട് പ്രാർത്ഥന. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഉപവാസത്തിന്റെ 1-ാം ദിവസം ദേവദാസന്മാരുടെ ഭൂമിയിലുള്ള അനുഗ്രഹങ്ങള്, നിത്യതയ്ക്കുള്ള അനുഗ്രഹങ്ങള്, വാടാത്ത ജീവന്റെ കിരീടം ഞങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെല്ലാരെയും ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുസന്നിധിയിലായിരിക്കുന്ന ആരും നഷ്ടപ്പെടുവാൻ അനുവദിക്കരുതേ. സഭയിലുള്ളവർക്ക് ആരും നഷ്ടപ്പെടുവാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളവർ ആരും നഷ്ടപ്പെടുവാൻ അനുവദിക്കരുതേ. എല്ലാവർക്കും ജീവന്റെ കിരീടം, വാടാത്ത കിരീടം നൽകുവാൻ എന്റെ കർത്താവ് എല്ലാരോടും മനസ്സിരിഞ്ഞ് കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി, കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി അങ്ങേക്ക് മനസ്സിൽ തോന്നി കർത്താവേ, ജനത്തിനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്കായി എന്തിനെ ഒരുക്കണേ, ജീവകിരീടം പ്രാപിപ്പാൻ എല്ലാരെയും അവിടുന്ന് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ശത്രുവിന്റെ കയ്യിലേൽപ്പിക്കാതെ വണ്ണം ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് അങ്ങയുടെ വരവിങ്കൽ ഞങ്ങളെ എടുക്കപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവകിരീടം പ്രാപിപ്പാൻ ഞങ്ങളെ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് ഞങ്ങളെ കരുതുന്ന ദൈവമായാൽ ഞങ്ങളുടെ സകല ചിന്താകുലവും അങ്ങയുടെ തിരുസന്നിധിയിലിരിക്കുന്നു. ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു, താഴ്ത്തി ഏൽപ്പിക്കുന്നു. സർവ്വം ഞങ്ങൾക്കായി ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ
ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഇതോടെ നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. നല്ലൊരു ആരാധന കേൾക്കാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഈ ഒന്നാം ദിവസം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. പടിഞ്ഞാറുകളുടെ കൂട്ടം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ സമാധാനം, ആശ്വാസം, പരിശുദ്ധന്റെ കൂട്ടായ്മ, സഹോദരന്റെ കരുതലും ഇന്നു മുതൽ എപ്പോഴും എപ്പോഴുണ്ടായിരിക്കുമാറാകട്ടെ. അടുത്തവിടെ വിജ്ഞാനം മഹത്വം കൊടുക്കാം. ലൈവിലായിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെയും 11 മണിക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കും. കടന്നിരുക. വൈകിട്ട് പടിഞ്ഞാറക്കോട്ടെ പ്രാർത്ഥന.